പൊൻകുന്നം വർക്കി എഴുതിയ ശബ്ദിക്കുന്ന കലപ്പ എന്ന കഥയുടെ 5-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അത്ഭുതം! അയാൾ ആകെ ഒന്ന് ഞടുങ്ങി. കാഴ്ച കുറഞ്ഞു തുടങ്ങിയ ആ കണ്ണുകൾ ചതിക്കുകയാണോ എന്നറിയാൻ അയാൾ എല്ലും തൊലിയും മാത്രമായി നിൽക്കുന്ന ആ ഉരുവിൻ്റെ മേൽ സൂക്ഷിച്ചു നോക്കുകയാണ്. ആ വൃദ്ധൻ്റെ ഹൃദയത്തിന് തീ പിടിച്ചു. കണ്ണിൽ ഇരുട്ട് കയറി, ശരീരം വിറച്ചു. അതെ, അത് കണ്ണൻ തന്നെ. കണ്ണ! സ്നേഹം നിറഞ്ഞ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ആ വിളി ഉയർന്നു. ഒറ്റ കുതിയാലെന്ന വണ്ണം അയാൾ ആ മൃഗത്തിന്റെ അടുക്കലെത്തി. ഏതൊരു ശബ്ദമാണോ ആ മൃഗത്തിന്റെ കാതുകൾക്ക് കുളിർമയും ആവേശവും നൽകാറുള്ളത്, ആ ശബ്ദത്തിന്റെ ആഗമനം ആ മൃഗത്തിന് കോരിത്തെരിപ്പുണ്ടാക്കി. ഗംഭീരമായ കെട്ടിടത്തിന്റെ മുമ്പിൽ കുനിഞ്ഞ തലയോടുകൂടി അത് നിൽക്കുകയായിരുന്നു. ജീവിതം വീണ്ടും അതിന്റെ ചെവിയിൽ മാറ്റൊലി കൊണ്ടു. തല ഉയർത്തി അത് നാലുപാട് നോക്കി. മകനെ, നീ എന്നെ അറിയുമോടാ? ഈ നിലയിലാണല്ലോടാ നിന്നെ ഞാൻ കാണേണ്ടി വന്നത്. ആ മൃഗത്തിന്റെ തല സ്നേഹത്തിന്റെ സ്പന്ദനങ്ങൾ മുഴങ്ങുന്ന മാറിനോടടുപ്പിച്ചുകൊണ്ട് അയാൾ ആ പുരികത്തടവും നെറ്റിയും തടവി. ആ കൈ തലോടലേറ്റപ്പോൾ അതിന്റെ വാല് താനേ പൊങ്ങി. ശബ്ദമുയരാതെ ഹൃദയം കൊണ്ടതമറി. കണ്ണന്റെ ദേഹത്ത് മുദ്ര കുത്തിയിട്ടുണ്ടോ എന്ന് അയാൾ നോക്കി. അതാ, അത് കൈത്തളത്തിൽ തെളിഞ്ഞു കിടക്കുന്നു. മായ്മയിൽ അത് മായുന്നതിനു വേണ്ടി ആ സ്നേഹാന്തൻ അത് തൂത്തു. മുനിസിപ്പാലിറ്റിയുടെ കറുത്തപാട് അങ്ങനെ മായുന്നതല്ല. കണ്ണന്റെ വയറ്റടിയിൽ ഒരു വ്രണമുണ്ട്. ഈച്ച അതിൽ പറന്നെടുത്തുകൊണ്ടിരിക്കുന്നു. തന്റെ കയ്യിൽ നിന്ന കാളയാണോ ഇത്? കശാപ്പ് കടക്കാരിൽ ഒരാൾ ഔസേപ്പ് ചേട്ടനോട് ചോദിച്ചു. താനാണോ ഇതിനെ ഇവിടെ കൊണ്ടുവന്നത്? അയാൾ അങ്ങോട്ടും ചോദിച്ചു. അതെ, കടക്കാരൻ ഉത്തരം കൊടുത്തു. വിയർപ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ സ്നേഹശീലിന്റെ മാറ് കണ്ണൻ നക്കി തുടങ്ങി. ആ വിയർപ്പ് വീശി തണുപ്പിക്കാൻ അവൻ തന്റെ ജീവിതത്തിൽ അധികവും സമ്മാനിച്ചു. അന്ത്യയാമത്തിലും ആ വിയർപ്പ് അവൻ നക്കി തുടച്ചു തുടങ്ങി. അവന്റെ നാക്കിന്റെ രുചിയോടും ജീവിതത്തോടും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആ വിയർപ്പാണത്. വൃദ്ധനായ കൃഷിക്കാരന്റെ ചൂടുള്ള കണ്ണുനീർ തുള്ളികൾ കണ്ണന്റെ മുഖത്തേക്ക് അടർന്നു വീണു. പോകാൻ വൈകി. ഉച്ചയ്ക്ക് മുമ്പ് കടയിൽ കൊടുക്കേണ്ട ഇറച്ചിയത്. കടക്കാരൻ ആ അഭിമുഖ സംഭാഷണക്കാർക്ക് താക്കീത് കൊടുത്തു. 2-3 കാളയുമായി യാത്ര തിരിച്ച് കച്ചവടക്കാരൻ കണ്ണനെ കൂടെ കൂട്ടത്തിലേക്ക് വിടാൻ അറിയിപ്പ് നൽകി. അതെ, 1-2 മണിക്കൂറുകൾക്കകം കണ്ണൻ നോമ്പുവീടലുകാർക്ക് ഇറച്ചിയാകണം. നേരം എരിഞ്ഞടങ്ങിത്തൊടിയും. എടി പെണ്ണെ, വിളക്ക് വെക്കുന്നോ? നീ മുമ്പ് ആ തിണ്ണയൊന്ന് തൂത്തിറക്ക്. ഔസേപ്പ് ചേട്ടന് വേണ്ടി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന മറിയച്ചേടത്തി മകളോട് പറഞ്ഞു. അപ്പനെന്താമേ താമസിക്കുന്നത്? കത്രി അന്വേഷിച്ചു. ഒരു വഴിക്ക് പോയതല്ലേ, വരട്ടെ, മറിയച്ചെടുത്ത് സമാധാനം പറഞ്ഞു. കോട്ടയത്തിന് പോയാൽ ഈ നേരത്തിന് മുമ്പ് മടങ്ങി വരുന്നതാണല്ലോ. മുണ്ടും ചട്ടത്തുണിയും കാണാൻ കൊതിയോടുകൂടെ കാത്തിരിക്കുന്ന കത്രി ക്ഷമകേട് അറിയിച്ചു. വഴിയിലേക്ക് തന്നെയാണ് അവളുടെ ദൃഷ്ടികൾ പാന്നു ചെയ്യുന്നത്. മറിയച്ചെടുത്തിയും നോക്കുന്നുണ്ട്. ഔസേപ്പ് ചേട്ടനെ കാണുന്നില്ല. വിളക്ക് വെച്ചു. താഴെ ഒരു വെള്ളച്ചായം കണ്ടു. അപ്പൻ വരുന്നുണ്ട്. അതെ, അതപ്പനാ, ആഹ്ലാദപുറം കത്രി പറഞ്ഞു. ആദ്യം കണ്ടത് താനാണല്ലോ എന്നതിൽ അവൾ അഭിമാനിച്ചു. ഏകാഗ്രതയോടുകൂടി അമ്മയും മകളും നോക്കി നിന്നു. ഔസേപ്പ് ചേട്ടൻ തന്നെയാണോ? അങ്ങേ വീട്ടിലെ മാർത്തു ചോദിച്ചു. അവന് തയ്യലറിയാം. ചട്ടം 3 രാത്രിയിൽ തന്നെ തയ്ച്ചു തീർക്കണം. കത്രിക്ക് രാവിലെ തന്നെ പോകണം. അതിന് കാര്യങ്ങൾ പ്ലാൻ അനുസരിച്ച് തന്നെ പൊയ്ക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് തയ്യൽക്കാരൻ മാർത്തുവിനെ വിളിച്ചു നിർത്തിയിരിക്കുകയാണ്. തുണിക്കെട്ട് കാണാൻ കൊതിച്ചു നിന്ന കണ്ണുകൾക്ക് മുമ്പിലേക്ക് ആ കുടുംബനാഥൻ കണ്ണനുമായി കടന്നു ചെന്നു. അയോധ്യ കണ്ണൻ, കത്രി അത്ഭുതത്തോടുകൂടെ പറഞ്ഞു. തുണി എവിടെ? നിങ്ങളിതിനെ മേടിക്കുകയാണോ ചെയ്തേ? മറിയച്ചെടുത്ത് ചോദിച്ചു. തന്റെ പഴയ മുറ്റത്ത് കിടന്നപ്പോൾ ആഹ്ലാദത്തോടുകൂടെ കണ്ണൻ അമറി. 1000 നാക്കുകളും 14 ചോദ്യങ്ങളും അവിടെ ഉയർന്നു. മൂകനായി താടിക്ക് കൈയും കൊടുത്ത ഔസേപ്പ് ചേട്ടൻ ഇരിക്കുകയാണ്. മറിയച്ചെടുത്ത് തട്ടിയിട്ട് തുള്ളുന്നുണ്ട്. സങ്കടം സഹിച്ചുകൂടാഞ്ഞ് കത്രി കരയുന്നു. ഒരക്ഷരം പോലും ആ കുറ്റക്കാരൻ മിണ്ടുന്നില്ല. വിയർപ്പ് കൊണ്ട് ആ ശരീരം നനഞ്ഞു. അപ്പൻ എന്നോടിത് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കണ്ണുനീരോടുകൂടെ കത്രി പറഞ്ഞു. മോളെ, ഇടറിയ കണ്ടത്തോടുകൂടെ ആ പിതാവ് പറഞ്ഞു. എനിക്ക് നിന്നെ പോലെ അവനും. കശാപ്പുകാരൻ തോർത്തുപൊക്കി ആ ദുഃഖിതന് കണ്ണു തൂത്തു. ആ വാക്യം പൂർത്തിയാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ആ രാത്രി അത്രമാത്രം ക്രൂരമായിരുന്നു. ഉറങ്ങാതെ തന്നെ അവർ രാത്രിയുടെ യാമങ്ങൾ തള്ളി നീക്കി. കിഴക്ക് വെള്ളക്കാല് വീശി. കണ്ണന്റെ വയറ്റടിയിലെ വ്രണത്തിന് പൂക്കാറക്കരി ചേർത്തൊരു മരുന്നുണ്ടാക്കിക്കൊണ്ട് ആ കൃഷിക്കാരൻ കൂട്ടിലേക്ക് നടന്നു. ഒന്നാന്തരം ഒരു മരുന്നാണത്. കന്നുകാലിയുടെ രോഗങ്ങൾക്ക് ഔസേപ്പ് ചേട്ടന്റെ കയ്യിൽ കൈക്കണ്ട ചില ഒറ്റമൂലികളുണ്ട്. അതിലൊന്നാണ് വെളുക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ തയ്യാറാക്കിയത്. മരുന്നുമായി അയാൾ കൂട്ടിൽ ചെന്നു. കയ്യും കാലും ശരിക്കും നിവർത്ത് കഴുത്തുമേൽ കോട്ട് വെച്ച് കണ്ണൻ കിടക്കുകയാണ്. കണ്ണ, എടാ, അയാൾ വിളിച്ചു. അതെ,
തന്നെ സ്നേഹിക്കുന്ന ഹൃദയത്തിന്റെ മുൻപിൽ ആ സ്നേഹം ലയിച്ചു. അവനിനി ഉണരുകയില്ല. ഒരു വേള നിർഭാഗ്യവാനായി തന്നെ ചൊല്ലി ആ കുടുംബം വേദനിക്കുന്നത് കാണാതെ ഇരിക്കാനായിരിക്കാം അവൻ കടന്നു കളഞ്ഞത്. കണ്ണന്റെ മൃതദേഹത്തിനും വേദനിക്കുന്ന ആ കൃഷിക്കാരന്റെ ഹൃദയത്തിനും മുകളിൽ ആ ചുക്കിൽ പിടിച്ച് കലപ്പയിലിരുന്ന് ഒരു പല്ലി എന്തൊക്കെയോ ചിരിച്ചു.